ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ഫോർഡ് എക്കോസ്പോർട്ട് ഡീസൽ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹീറ്റ് ആവുക. അത് കൂളൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാനും വർക്കാവുന്നുണ്ട്. പക്ഷേ ഫാനും വർക്കാവുന്നത് സ്റ്റോപ്പ് ആവില്ല. പിന്നെ റേറ്റിന് പിന്നെ ആ ഫാൻ്റെ കാറ്റുണ്ടല്ലോ, അത് ചൂടല്ല, തണുത്ത കാറ്റ്. അതാണ് അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇപ്പോൾ അങ്ങനെ തണുത്ത കാറ്റും ഫാനും വർക്ക് നിൽക്കാത്ത നല്ല കംപ്ലൈൻറ്റാണ്. കറക്റ്റായിട്ട് സർക്കുലേഷൻ നടക്കാത്തതാണ്. ലീക്കും കാര്യങ്ങളൊക്കെ വാട്ടർ പമ്പ് ആദ്യം മാറ്റിയിട്ടുണ്ടായിരുന്നു, അവിടെ ലീക്ക് ഉണ്ടായിരുന്നു. അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കിയ സമയത്ത് ഈ പൈപ്പ് ചൂടാവണില്ല. ബാക്കി ബാക്കിലെ പൈപ്പും കാര്യങ്ങളൊക്കെ ചൂടാവുന്നുണ്ട്, വെള്ളം ചൂടാവുന്നുണ്ട്. ഫാന് ടെമ്പറേച്ചറായി വർക്കാവുന്നുണ്ട്, പക്ഷേ ഫാന് പിന്നെ നിൽക്കില്ല, അത് ടെമ്പറേച്ചർ ഔട്ടായിട്ട് നിൽക്കണില്ല. അപ്പോൾ നമ്മൾ ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഈ ഭാഗത്ത് പൈപ്പ് അയച്ചു നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിലെ ആ തെർമോസ്റ്റാറ്റ് വാൽവുണ്ടല്ലോ, അതിൻ്റെ സ്റ്റോപ്പർ പൊട്ടിയിട്ട് വാൽവ് ഫുള്ളായി ക്ലോസ് ആയി കിടക്കുകയാണ്. അത് ഓപ്പൺ ആവുന്നില്ല. ഓപ്പൺ ആയി കഴിഞ്ഞാൽ റേഡിയേറ്ററിലേക്ക് വെള്ളം വരും. അതുകൊണ്ടാണ് തണുത്ത കാറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ നീഡിലും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കാണ് ഈ സ്വിഫ്റ്റിനൊക്കെ വരുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തെർമോസ്റ്റാറ്റിൻ്റെ വാൽവ് ഓപ്പൺ ആവില്ല, ഫുൾ ടൈം ക്ലോസ് ആയിരിക്കും. അത് റേഡിയേറ്ററിലേക്ക് കിടക്കില്ല. അപ്പം ഇത് അഴിക്കാനല്ല ബാറ്ററിയും കാര്യങ്ങളൊക്കെ അയക്കണം. എന്താ ഇവിടെ ഒരു ഹോസ് ഉണ്ടായിരിക്കും. ഇത് നേരെ റേഡിയേറ്റർ വരുന്നത്, ഇത് റേഡിയേറ്ററിൻ്റെ അടിയത്തെ ഭാഗത്ത് ഹോസ്. പിന്നെ ബാക്കിൽ ഹീറ്ററിൻ്റെ ഹോസ് ഉണ്ടായിരിക്കും, ചെറിയൊരു ഹോസ് ഉണ്ടായിരിക്കും ബൈപ്പാസ്. പിന്നെ സ്വിച്ചിൻ്റെ കപ്പർ ഊരിടുക, ഇത് ഹീറ്ററിൻ്റെ ഹോസ്. പിന്നെ ബാക്കിൽ ഒരു ഹോസ് കൂടി ഉണ്ടായിരിക്കും കേട്ടോ, ഈ ഒരു ഹോസ്. ഇത്ര ഹോസുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 8ൻ്റെ 4 ബോൾട്ട് ഉണ്ടായിരിക്കും. ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് തെർമോസ്റ്റാറ്റ് അസംബ്ലി ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇത് സാധാരണ വരുന്ന കംപ്ലൈൻറ്റ്, ഒരു 1,00,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ ചിലത് പൊട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തെർമോസ്റ്റാറ്റിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി നമ്മളത് പുറത്തേക്ക് എടുക്കാൻ പോകാം കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം, എന്താണ് പൊട്ടിയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 4 8ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, അത് ഫുൾ അയച്ചിട്ട് ഇതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളത്തെ വാൽവ് ഉണ്ടോ, ഈ വാൽവ് ബാക്ക് സൈഡ് ഓപ്പൺ ആയി കിടക്കുകയാണ്, ഈ ഫ്രണ്ട് സൈഡ് ക്ലോസ് ആയി കിടക്കുകയാണ്. ഈ ഫ്രണ്ട് സൈഡ് കൂടെയാണ് റേഡിയേറ്ററിലേക്ക് വെള്ളം കയറേണ്ടത്. അപ്പോൾ ചൂടാണ് സമയത്ത് ഇത് ബാക്ക് സൈഡിലേക്ക് കയറി അത് അവിടെ ലോക്കാവും, ഇവിടെ ഓപ്പൺ ആവും. പക്ഷേ ഇത് ഓപ്പൺ ആവില്ല, അതായത് നടുവൊരു സെൻറ്ററിൽ ഇതുണ്ടാവും. അവിടുത്തെ പ്ലാസ്റ്റിക് പൊട്ടിക്കൊണ്ട് തന്നെ ആ അതിൽ സ്റ്റോപ്പായിട്ടാണ് ആ ചൂടായിട്ട് ബാക്കിലേക്ക് തള്ളുന്നത്. അപ്പോൾ പൊട്ടിക്കൊണ്ട് തന്നെ ഇത് വർക്കാവില്ല, ഫുൾ ടൈം അത് ക്ലോസ് ആയി കിടക്കും. അതുകൊണ്ടാണ് സർക്കുലേഷൻ നടക്കാത്തത് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ഇല്ല തെർമോസ്റ്റാറ്റിന് വരുന്ന ഒരു കംപ്ലൈൻ്റാണ്. ഇത് സ്വിഫ്റ്റ് കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട് ഇത് സംഭവം. അപ്പോൾ നമ്മൾ പുതിയ തെർമോസ്റ്റാറ്റ് ഇതാ മേടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടോ, ഇതിപ്പോൾ ഓപ്പൺ ആയി കിടക്കണം. ഇനി ചൂടായി കഴിഞ്ഞാൽ അങ്ങോട്ട് തള്ളു കേട്ടോ. വേണ്ട, ആ പ്ലാസ്റ്റിക് കണ്ടോ പൊട്ടാത്ത, ഇതിൽ സ്റ്റോപ്പായി നിൽക്കണം. സ്റ്റോപ്പായി എന്നാലേ നമുക്ക് തള്ളാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പണായി കിടക്കുള്ളൂ. അപ്പോൾ ഇതാണ് പുതിയ തെർമോസ്റ്റാറ്റ്. ഇത് ചൂടായി കഴിഞ്ഞാൽ നേരെ ബാക്കിലേക്ക് അത് തള്ളി അവിടെ ക്ലോസ് ആവും, ഇവിടെ ഓപ്പൺ ആകും. അപ്പം ഇത് നേരെ ഫിറ്റ് ചെയ്യണം കേട്ടോ. ഫിറ്റ് ചെയ്തിട്ട് ഹോസും കാര്യങ്ങളൊക്കെ ഒന്ന് പേസിട്ട് ലെവലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ടെമ്പറേച്ചർ ആക്കി നോക്കണം. കംപ്ലൈൻറ്റ് ഇത് തന്നെയാണ്, ലെവലാവും. നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്ത് നോക്കണം കേട്ടോ.